നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂർ ഓരോ ഭാരതീയന്റെയും അഭിമാനത്തിന്റെ പ്രതീകമായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിൽ പരിപാടി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ 2025 ഏറ്റവും അവസാനത്തെ മൻ കി ബാത്താണ് ഇന്ന് പ്രക്ഷേപണം ചെയ്തത്. അതിൽ ഭാരതം ലോകത്തിനു മുന്നിൽ എത്ര വലിയ ശക്തിയായി മാറി എന്നുള്ള കാര്യം അക്കമിട്ട് നിരത്തിയാണ് പ്രധാനമന്ത്രി കാര്യങ്ങൾ വിവരിച്ചത്. ഭാരതം സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് ലോകം വ്യക്തമായി കണ്ട വർഷമാണ് ഈ പോയതെന്നാണ് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടത്. ഇന്ത്യയുടെ ശക്തി ലോകത്തിന് ബോധ്യപ്പെട്ടു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വേളയിൽ ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും ഭാരതമാതാവിനോടുള്ള സ്നേഹത്തിന്റെ ചിത്രങ്ങൾ ഉയർന്നു വന്നു. വന്ദേമാതരം 150 വർഷം പൂർത്തിയാക്കിയപ്പോഴും ഇതേ വികാരം പ്രകടമായിരുന്നു. പുതിയ പ്രതീക്ഷകളോടും പുതിയ ദൃഢനിശ്ചയത്തോടുകൂടിയും ഭാരതം മുന്നോട്ട് പോവുകയാണ്, പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണെന്നാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ അഭിപ്രായപ്പെട്ടത്. ദേശീയ സുരക്ഷ മുതൽ കായിക മേഖല വരെ, ശാസ്ത്ര ലബോറട്ടറികൾ മുതൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമുകൾ വരെ എല്ലായിടത്തും ഇന്ത്യ ശക്തമായ വ്യക്തിമുദ്ര പതിപ്പിച്ചു. ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ നിരവധി മെഡലുകൾ വാരിക്കൂട്ടി. ഒരു തടസ്സത്തിനും ധൈര്യത്തെ തടയാൻ കഴിയില്ലെന്ന പാരാ അത്ലറ്റുകൾ തെളിയിച്ചു. നിരവധി മെഡലുകൾ നേടി നമ്മുടെ പെൺമക്കൾ വനിതാ ബ്ലൈൻഡ് T20 ലോകകപ്പ് നേടി ചരിത്രം സൃഷ്ടിച്ചു. ഏഷ്യ കപ്പ് T20യിലും ത്രിവർണ്ണ പതാക അഭിമാനത്തോടെ പറന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ശാസ്ത്രത്തിലും ബഹിരാകാശത്തിലും ഇന്ത്യ ഗണ്യമായ പുരോഗതി കൈവരിച്ചു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനായി ശുഭാംശു ശുക്ല മാറിയെന്ന് അദ്ദേഹം പറഞ്ഞു. 2025 ഇന്ത്യക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകി. സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചു. അതേസമയം പ്രകൃതി ദുരന്തങ്ങൾക്കും 2025 സാക്ഷിയായെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യക്കാർ അവരുടെ മക്കളെ ഇന്ത്യയിലെ ഭാഷകൾ പഠിപ്പിക്കാൻ വലിയ ശ്രമങ്ങൾ നടത്തുന്നു. അതിനുവേണ്ടി നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ദുബായിലെയും ഫിജിയിലെയും ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം. പരിസ്ഥിതി സംരക്ഷണവും അതുപോലെ തന്നെ വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിരവധി സംരംഭങ്ങളും 2025 ആരംഭിച്ചു. ഇന്ത്യയിലെ ചീറ്റകളുടെ എണ്ണം ഇപ്പോൾ 30 കവിഞ്ഞിട്ടുണ്ട്. 2025 വിശ്വാസം, സംസ്കാരം, ഇന്ത്യയുടെ തനതായ പൈതൃകം എന്നിവയെല്ലാം ഒന്നിച്ചു ചേർന്നുവെന്ന് പ്രധാനമന്ത്രി മോദിജി പറഞ്ഞു. വർഷാരംഭത്തിൽ പ്രയാഗ്രാജ് മഹാകുംഭ് സംഘടിപ്പിച്ചത് ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തി. വർഷാവസാനം അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പതാക ഉയർത്തൽ ചടങ്ങ് ഓരോ ഇന്ത്യക്കാരനെയും അഭിമാനഭരിതരാക്കിയെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. 22 ഇന്ത്യൻ ഭാഷകളിലും 29 പ്രാദേശിക ഭാഷകളിലും 11 വിദേശ ഭാഷകളിലുമാണ് മൻ കി ബാത്ത് സംപ്രേഷണം ചെയ്യുന്നത്. 500-ലധികം ഓൾ ഇന്ത്യ റേഡിയോ പ്രക്ഷേപണ കേന്ദ്രങ്ങളിൽ നിന്നാണ് മൻ കി ബാത്ത് സംപ്രേഷണം ചെയ്യുന്നത്. മൻ കി ബാത്തിൻ്റെ ഈ വർഷത്തെ അവസാനത്തെ എഡിഷനാണ് ഇന്ന് സംപ്രേഷണം ചെയ്തത്. വ്യക്തമായ കാഴ്ചപ്പാട് തന്നെയാണ് 2026 ഭാരതത്തിന് ഉള്ളത് എന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടുകൊണ്ടാണ് ഇന്നത്തെ മൻ കി ബാത്ത് അവസാനിപ്പിച്ചത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.